മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ മുതുകിലെത്തുന്നുണ്ട്. ആ പ്രകാശം അവിടുത്തെ മുതുകിലുള്ളത് അന്ന് മക്കയിൽ ജീവിച്ചിരുന്ന ആളുകൾ കണ്ടിരുന്നു. എല്ലാവരും വലിയ രൂപത്തിൽ പ്രതിഷേധമായി കാണുന്നൊരു പെണ്ണ് മക്കത്തുണ്ടായിരുന്നു. ആ പെണ്ണ് വലിയ സാഹിറാണ്, സിഹ്ർ ചെയ്യുന്ന പെണ്ണാണ്. ആ പെണ്ണൊരു ദിവസം അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ, അബ്ദുല്ലാ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പരസ്പരം വിവാഹം ചെയ്യാം. ആ പെണ്ണ് പറയാണ്, നമുക്ക് പരസ്പരാക്കാം കല്യാണമൊക്കെ. ഏതുപോലെ? ഇന്ന് നമ്മുടെ മക്കൾ ചെയ്യുന്നത് പോലെ. എന്താ നമ്മളെ മക്കൾ ചെയ്യുന്നത്? പണ്ടുണ്ടായിരുന്നത് ഉമ്മയും ഉപ്പയും ഒരു പെണ്ണിനെ വിവാഹത്തിന് വേണ്ടി കണ്ടുപിടിക്കും. അല്ലെ, അങ്ങനെ തന്നെ അല്ലേ? പണ്ട് രക്ഷിതാക്കൾക്ക് ആ ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു അല്ലേ? ഈ കാസർഗോഡ് എങ്ങനെയാണെന്നറിയില്ല, മലപ്പുറത്തൊക്കെ അങ്ങനെയാണ്, പാലക്കാടൊക്കെ. പെണ്ണിനെ കണ്ടുപിടിക്കാൻ രക്ഷിതാക്കൾ കഠിനാധ്വാനം ചെയ്യും. എന്നിട്ട് അവർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് ശേഷമാണ് എന്ത് നടക്കുക? നിക്കാഹ് നടക്കുക. ഇന്നൊക്കെ മാറി. ഇന്ന് കുട്ടികൾ പരസ്പരം കണ്ടെത്തി, തീരുമാനിച്ചു, ഉറപ്പിച്ചു, പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറി. എന്നിട്ട് രക്ഷിതാക്കളോട് പറയുന്നു, നിർബന്ധിത സാഹചര്യത്തിൽ രക്ഷിതാക്കൾ തയ്യാറാവുന്നു. പിന്നെ വലിയ കോലാഹലമായ രൂപത്തിൽ മിഠായി കൊടുക്കൽ, ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് രൂപയുടെ കുന്നുപോലെ കൂട്ടിവെച്ച മിഠായിയുടെ ഘോഷയാത്ര മുസ്ലിം ഉമ്മമാരും സഹോദരിമാരും വേഷം കെട്ടിയിട്ട് ഇറങ്ങിയിട്ട് തോന്നിവാസം ചെയ്യുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മിഠായി കൊണ്ടുപോകുന്ന വീഡിയോകൾ നമ്മൾ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും കാണുകയാണ്. മുസ്ലിം ഉമ്മത്തിന് നാണക്കേടുണ്ടാക്കുന്ന രൂപത്തിൽ തോന്നിവാസം ചെയ്യുന്നവർ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവർ സ്വന്തമായി സെലക്ട് ചെയ്ത് പരസ്പരം മിഠായി കൊടുക്കലും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് രക്ഷിതാക്കളെ കോമാളികളാക്കുന്നവർ, സുബ്ഹാനല്ലാഹ്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരസ്പരം അവർ കണ്ടെത്തുന്ന രൂപത്തിൽ. എന്നാൽ മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, നിങ്ങളെ എനിക്ക് വിവാഹം കഴിക്കണം. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത്? വേണ്ട, വിവാഹം കഴിക്കണമെങ്കിൽ വീട്ടിൽ പോയി ഞാനൊന്ന് സംസാരിക്കട്ടെ, വീട്ടിൽ പോയി സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിൽ നിന്ന് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മാറി. ചരിത്രം വിശാലമാണ്. 11:30 മജ്‌ലിസ് നിർത്തേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അങ്ങനെ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പിന്നീട് വിവാഹമൊക്കെ കഴിഞ്ഞു. മഹദിയാകുന്ന ആമിന ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. അതിനുശേഷവും മക്കയിലൂടെ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടക്കുമ്പോ ആ പെണ്ണ് അവിടെയുണ്ട്. ആ പെണ്ണ് സ്വീകരിക്കുന്നില്ല. മുമ്പ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അടുത്തേക്ക് വിളിച്ച് വിവാഹത്തിന് ആവശ്യം ഉന്നയിച്ച പെണ്ണ് ഇപ്പോൾ ഒരു വിവാഹത്തിന് താല്പര്യം കാണിക്കുന്നില്ല. ചോദിച്ചു, എന്തേ ഇപ്പോൾ വിവാഹത്തിന് താല്പര്യം കാണിക്കാത്തത്? ആ സമയത്ത് ആ പെണ്ണ് പറയുകയാണോ, അബ്ദുല്ലാഹ്, നിങ്ങളുടെ മുഖത്ത് വരാനിരിക്കുന്നൊരു പ്രവാചകന്റെ പ്രകാശം കണ്ടിരുന്നു. അതുകൊണ്ട് ആ പ്രവാചകൻ എന്റെ വയറ്റിലുണ്ടാവണമെന്ന് കരുതിയിട്ടാണ് ഞാൻ അന്ന് നിങ്ങളോട് വിവാഹത്തിനു വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചത്. ഇന്നത് കാണാനില്ല. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ആമിന ബീവിനെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ആ പ്രകാശം ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ഗർഭാശയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു റബീഉൽ അവ്വലിന്റെ 12 തിങ്കളാഴ്ച പുലർച്ചയോടടുത്ത സമയത്ത് അത്ഭുതങ്ങൾക്ക് സാക്ഷി നിർത്തിയിട്ട് ലോകത്തിന്റെ നേതാവായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിലേക്ക് പ്രസവിച്ചു വീഴുന്നത്. അഹ്യാ റബീഅൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി യാ റബ്ബി സ്വല്ലി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി
അള്ളാഹു ആദ്യമായി പടച്ച നൂറ്, ആ നൂറതാ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഈ ഭൂമിയിലേക്ക് അത്ഭുതങ്ങളെ സാക്ഷി നിർത്തി ആമിന ബീവി റളിയല്ലാഹു അൻഹാ ഈ ഭൂമിയിലേക്ക് പ്രസവിക്കുകയാണ്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അതുകൊണ്ടാണ് റബീഉൽ അവ്വൽ വരുമ്പോൾ മൗലിദിന്റെ സദസ്സുകളും അവിടുത്തെ പേരിലുള്ള പ്രൗഢമായ മൗലിദുകളും സദസ്സുകളും അവിടുത്തെ പേരിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടി നടത്തുന്നത്. ഈ വർഷം നമുക്ക് വലിയ സന്തോഷമാണ്. എന്താണത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത്തെ ജന്മദിനാണ് വരാൻ പോകുന്നത്. സാധാരണ നടത്തുന്നതിനേക്കാൾ ഒന്നുകൂടി ഉഷാറായി റബീഉൽ അവ്വൽ നടത്തണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബീഉൽ അവ്വൽ സന്തോഷകരമാക്കൽ ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. ഇത്രയും വലിയ സ്ഥാനത്തുള്ള ഒരു നേതാവിന്റെ അനുയായികളാവാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു നൽകിയ തൗഫീഖ് എന്ന് പറയുന്നത് ചെറുതല്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരു കുൻതും ഖൈറ ഉമ്മ, ഏറ്റവും ഖൈറായ ഉമ്മത്തിൽ ഒരു മെമ്പർ ആവാൻ നമ്മെ അല്ലാഹു തെരഞ്ഞെടുത്തു എന്നുള്ളത് എത്ര വലിയ നിഅമത്താണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അതിനു തന്നെ എത്ര സ്തുതി പറഞ്ഞാലും മതി വരൂല. അല്ലാഹു ഏതെല്ലാം പ്രവാചകന്മാർക്ക് ഉമ്മത്തിനെ കൊടുത്തിട്ടുണ്ടോ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉമ്മത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താകുന്ന നമ്മളാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു നിഅമത്തിന് ശുക്ർ ചെയ്യുന്നവരായി മാറണം. എങ്ങനെയാണ് ആ വലിയ നിഅമത്തിന് ശുക്ർ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആത്മാർത്ഥമായി മഹബത്ത് വെക്കുക, ആ തങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരായി നമ്മൾ മാറുക. നമ്മുടെ ഖൽബ് കൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. അതല്ലേ ഈമാനിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണെങ്കിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ അല്ലാഹുവിനെ മാത്രമാണ് വിശ്വസിക്കുന്നുള്ളൂ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനത്തെ വാക്ക് പറഞ്ഞതുകൊണ്ട് അവൻ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് ലഭിക്കുന്നില്ല. അവൻ പറയണം അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ഇത് രണ്ടും ഉറപ്പിക്കുമ്പോഴാണ് ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് ഒരാൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഖൽബിന്റെ അകത്തളങ്ങളിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്കുണ്ടല്ലോ, അത് ഈമാനിന്റെ ഭാഗമാണ്. ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹു. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വലാത്തുൻ ഉഷാർ പറഞ്ഞു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്കുണ്ടാകുമ്പോഴാണ്, അവിടത്തോട് മഹബത്ത് ഉണ്ടാകുമ്പോഴാണ് ഈമാൻ പൂർണ്ണതയിലെത്തുന്നത്. അല്ലാഹു നമുക്ക് ഇഷ്കും ഈമാനും ഏറ്റുതരുമാറാകട്ടെ. എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങൾ, അതുകൊണ്ട് തങ്ങളെ ആത്മാർത്ഥമായി ഖൽബ് കൊണ്ട് സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരാൾ സ്നേഹിക്കുകയാണോ എന്നാൽ അയാൾ ഒരിക്കലും വെറുതെ ആവൂല. സ്നേഹം എന്തുവാകണം? യഥാർത്ഥാണ്. അങ്ങനെയാണല്ലോ എല്ലാ സ്നേഹവും അങ്ങനെയാണ്. ഒരാൾക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടപ്പെട്ട വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഭൗതികമായ പ്രേമമാണെങ്കിലും ആത്മീയമായ പ്രേമമാണെങ്കിലും ആരോടെങ്കിലും ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവരെ കുറിച്ച് ഇങ്ങനെ പറയുക, അവരെ കുറിച്ച് കേൾക്കുക, അവരെങ്ങനെ കാണുക. ഇതൊക്കെയാണ് ആ സ്നേഹത്തിന്റെ പ്രകടമാകുന്ന അടയാളങ്ങൾ. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിന്റെ അകത്തളങ്ങളിൽ ഏറ്റവും കൂടുതൽ മഹബ്ബത്ത് വേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. ആ മഹബ്ബത്ത് കൃത്യമാകണം. എന്നാലേ ആ മഹബ്ബത്ത് യാഥാർത്ഥ്യമാകുമ്പോഴേ അതിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിന് കാരണക്കാരായ പിതാവിൻ്റെ പേരല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്താ ആദ്യം ചെയ്യുന്നത്? ആ കുഞ്ഞിൻ്റെ വലതു ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നു.
പ്രത്യേകം പറയുന്നു, മറ്റുള്ളതെല്ലാം കേൾക്കുന്നതിന്റെ മുമ്പ് ആ കുഞ്ഞു കേൾക്കേണ്ടത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഖാലിഖായ റബ്ബിനെ കുറിച്ചാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന കുഞ്ഞിന്റെ കുഞ്ഞിളം കാതിൽ ആദ്യമായി കേൾക്കേണ്ടത്. പിന്നീട് ഷഹാദത്ത് പറഞ്ഞ് ഉമ്മയെ പരിചയപ്പെടുത്തുന്നതിന്റെ, ഉപ്പയെ പരിചയപ്പെടുത്തുന്നതിന്റെ മുമ്പ് പറയുന്നത് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് ആ കുഞ്ഞിന്റെ കാതിലേക്ക് കേൾപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു കുഞ്ഞിനെ അള്ളാഹു തരുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ നിഅമത്താണ്. മക്കളില്ലാത്തവർ അള്ളാഹു ഖൈറായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുഞ്ഞിനെ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ്. അതാണ് മഹാന്മാര് പറയുന്നത്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്താൽ ആ മക്കൾ നല്ല വഴിയിലുണ്ടാകും. അല്ലാതെ നിങ്ങൾ ഭൗതികമായ വിഷയങ്ങളാണ് മക്കൾക്ക് കേൾപ്പിക്കുന്നത് എങ്കിൽ ആ മക്കൾ അതുപോലെയാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈമാനുള്ള ഉമ്മമാർ, ഈമാനുള്ള ഉപ്പമാർ, ഈമാനുള്ള രക്ഷിതാക്കൾ, അതുകൊണ്ട് മക്കൾക്ക് മഹബ്ബത്ത് പഠിപ്പിച്ചു കൊടുക്കണം. മക്കളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കണം. മക്കളെ പള്ളിയിലേക്ക് ജമാഅത്തിന് കൊണ്ടുവരണം. അതുപോലെ തന്നെ സ്വലാത്തിന്റെ ഹൽഖകളിൽ, ദിക്റിന്റെ ഹൽഖകളിൽ, മൗലിദിന്റെ സദസ്സുകളിൽ മക്കളെ കൊണ്ടുപോകാൻ നമുക്ക് മനസ്സുണ്ടാവണം. ഇരിക്കുന്ന സദസ്സിൽ ഓരോ രക്ഷിതാക്കളോടും, സ്നേഹമുള്ള ഉപ്പമാരോട്, ഉമ്മമാരോട് ഞാൻ ചോദിക്കുകയാണ്, ഈ സദസ്സിൽ നമ്മുടെ എത്ര മക്കളുണ്ട്? നമ്മൾ ദിക്റിനും സ്വലാത്തിനും അതുപോലെ ആത്മീയ വിഷയങ്ങൾക്കും താല്പര്യം കാണിക്കുമ്പോൾ നമ്മുടെ മക്കൾ എവിടെ? നമ്മുടെ ഭാവി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മക്കൾക്ക് ഇതുപോലെയുള്ള വിഷയങ്ങൾ വേണ്ടേ? ആരെയും വിമർശിക്കാൻ വേണ്ടി ചോദിക്കുകയല്ല, വിലയിരുത്തുക, സ്വന്തമൊന്ന് ചിന്തിക്കുക. ദിക്റിന്റെ ഹൽഖകളിലും സ്വലാത്തിന്റെ ഹൽഖകളിലേക്കും മക്കളെ കൊണ്ടുവരാതെ മക്കളെ തോന്നിയ രൂപത്തിൽ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ആ മക്കളെ കൊണ്ട് വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മക്കൾക്ക് നിങ്ങൾ ഭൗതികമായ വിദ്യാഭ്യാസം എത്ര നൽകിയാലും പ്രശ്നമല്ല. മതപരമായ വിദ്യാഭ്യാസം നിങ്ങൾ നല്ല രൂപത്തിൽ നൽകേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ. ഈമാനുള്ള ഉമ്മമാർ, നിങ്ങളുടെ അടുത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. നല്ല രൂപത്തിൽ സംഭാവനകൾ നിങ്ങൾ നൽകുക. അള്ളാഹു ജാരിയായ സ്വതക്കയായി സ്വീകരിക്കുമാറാകട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ ശരിക്കും മനസ്സിലാക്കുക. അതാണ് നമ്മൾ മദ്രസയിലേക്കൊക്കെ ഒരു കുട്ടിയെ ചേർത്തുമ്പോൾ, സമയമല്ല പറയാനോ, മദ്രസയിലേക്ക് ഒരു കുട്ടിയെ ചേർത്തുമ്പോൾ ചോദിക്കും വിദ്യാർത്ഥിയുടെ പേര്, അത് കഴിഞ്ഞ് ഉപ്പയുടെ പേര്, പിന്നെ ഉമ്മയുടെ പേര്, അത് കഴിഞ്ഞിട്ട് കാണാം രക്ഷിതാവിൻ്റെ പേര്. അല്ലേ? അങ്ങനെയല്ലേ ഉസ്താദ്മാരെ? അല്ലേ? രക്ഷിതാവിൻ്റെ പേരുണ്ടാവില്ലേ? രക്ഷിതാവിൻ്റെ പേരെന്തേ? ഉമ്മയുപ്പയല്ലേ രക്ഷിതാവ്? വേറെ ആരെങ്കിലും ആണ്? ഉമ്മയും ഉപ്പയും ആർക്കുമാവാം. പക്ഷേ ഒരു യഥാർത്ഥ രക്ഷിതാവാവുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു ഉത്തരവാദിത്വമല്ല. അള്ളാഹു ഒരു സന്താനത്തെ തന്നിട്ടുണ്ടെങ്കിൽ ആ സന്താനത്തെ കൃത്യമായി ശ്രദ്ധിക്കൽ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. നമ്മളൊക്കെ വളർന്നു വരുന്ന കുട്ടിയുടെ ചെറുപ്പം മുതലുള്ള ഇന്നത്തെ ആധുനിക സാഹചര്യം അനുസരിച്ച് ഫോട്ടോ ഉണ്ടാവും, വീഡിയോ ഉണ്ടാവും, കുട്ടിയുടെ ചിരികളുണ്ടാവും, കളികളുണ്ടാവും, വാത്സല്യമുണ്ടാവും. ആ കുട്ടി പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയാൽ അതുണ്ടാവും. അങ്ങനെ തുടങ്ങി കുട്ടികളുടെ എല്ലാം ഒപ്പിയെടുക്കുന്ന രക്ഷിതാക്കളാണ്. ആ കുട്ടികൾക്ക് ആരോഗ്യത്തിന്റെ ആവശ്യമായ ഭക്ഷണം നൽകാൻ ഒരു മടിയും കാണിക്കാറില്ല. നല്ല രൂപത്തിലുള്ള ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ തന്നെ മക്കൾക്ക് കൊടുക്കുന്നവരാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി ആ മക്കൾക്ക് കൊടുക്കേണ്ടത് ധാർമ്മികമായ ബോധമാണ്, പരിശുദ്ധമായ ദീനാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പാഠമാണ്. അങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്. അത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അതാണ് ഖുർആൻ പറയുന്നത്, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസ് വൽ ഹിജാറ.
ഖുർആനിന്റെ ഗൗരവമുള്ളൊരു വാക്കാണ് മുഅ്മിനീങ്ങളെ. നിങ്ങൾ മാത്രം സ്വർഗത്തിലേക്ക് പോയാ പോരാ, നരകത്തിൽ നിന്ന് കാവല് ലഭിച്ചാ പോരാ. നരകത്തിലേക്ക് പോകുന്നതിൽ നിന്ന് മക്കളെ കൈപിടിക്കണേ, കുടുംബത്തെ നിങ്ങൾ സഹായിക്കണേ. കാരണം എന്തേ? നരകത്തിൽ അല്ലാഹു കത്തിക്കാൻ ഉപയോഗിക്കുന്ന വിറകുകള് അത് പാറക്കല്ലുകളാണ്, മനുഷ്യന്മാരാ. ആ നരകത്തിൽ നിന്ന് നമ്മൾ മാത്രം രക്ഷപ്പെട്ടാ പോരാ, നമ്മുടെ മക്കൾ രക്ഷപ്പെടണം. അതിന് മക്കളെ ദീനിയായ വിഷയങ്ങളിലേക്ക് ശരിക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് ഒരു യഥാർത്ഥ രക്ഷിതാവായി നമ്മൾ മാറേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെയെല്ലാം ഖുർറത്ത് ഐനാക്കുമാറാകട്ടെ. ലഹരികളും മോശപ്പെട്ട കൂട്ടുകെട്ടുകളും എല്ലാം മക്കളെ വിഷയത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കേണ്ടവരാണ് രക്ഷിതാക്കൾ. വെക്കേഷൻ കഴിഞ്ഞ് ഇനി ക്യാമ്പസുകളിലേക്ക് മക്കൾ പോകുന്ന സാഹചര്യം വരുമ്പോൾ ആ മക്കളെ നിയന്ത്രിക്കാൻ പറ്റുന്ന രക്ഷിതാക്കളായി നമ്മൾ മാറണം. ക്യാമ്പസുകളിൽ നമ്മുടെ മക്കളെ പിടിച്ചുകെട്ടാൻ, മോശപ്പെട്ടതിലേക്ക് മക്കളെ കൊണ്ടുപോകാൻ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ എത്ര ശ്രദ്ധിക്കുകയാണെങ്കിലും അവർ വഴികേടിലായി പോവാനുള്ള വഴികൾ ഒരുപാട് തുറന്നു കിടക്കുകയാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നവരാവണം, ഗുരുനാഥന്മാർ ശ്രദ്ധിക്കുന്നവരാവണം. എന്റെ പ്രിയമുള്ള ഓരോ മഹല്ല് കമ്മിറ്റിക്കാരും നാട്ടുകാരും ആ വിഷയത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കേണ്ടവരാവണം. നമ്മളെ നാട്ടിൽ ഇനി ഒരു ലഹരിയും പാടില്ല. ഒരു പ്രയാസമുണ്ടാക്കുന്ന, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. നാട്ടുകാർ അതിനു മുന്നിട്ടിറങ്ങണം, കമ്മിറ്റിക്കാർ അതിന് നേതൃത്വം നൽകണം, ഉസ്താദുമാർ അതിന്റെ മുൻനിരയിൽ നിൽക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ല എങ്കിൽ ഭാവിയിൽ നമ്മുടെ നാട് നിയന്ത്രിക്കാൻ പറ്റിയ ധാർമ്മിക ബോധമുള്ള ആത്മീയ അന്തരീക്ഷത്തിൽ നിയന്ത്രണം കൊടുക്കാൻ പറ്റിയ ഒരാളുണ്ടാവില്ല. പിന്നീട് വലിയ മുസീബത്തുകളും പ്രയാസങ്ങളും ഉണ്ടാകും. അള്ളാഹു നമ്മുടെ നാടുകളെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തും അവിടുത്തോടുള്ള ഇഷ്കും അവിടുത്തോടുള്ള സ്നേഹവും അധികമായി നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാടുകളിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും അള്ളാഹു നൽകുമാറാകട്ടെ. കൂട്ടത്തിൽ പ്രത്യേകമായി ഉണർത്തുന്നു, ഒരു സയ്യിദിനെയും നമ്മൾ കുറ്റം പറയാൻ പാടില്ല. മതവും രാഷ്ട്രീയവും സംഘടനകളും വേർതിരിച്ച് ഒരു അഹ്ലു ബൈത്തിനെയും എൻ്റെ നാവ് കൊണ്ട് ഞാൻ കുറ്റം പറയില്ല, എൻ്റെ കൈകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ രേഖപ്പെടുത്തില്ല എന്ന് പ്രതിജ്ഞ എടുക്കണം. അഹ്ലു ബൈത്ത് അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ ഓടുന്ന അവിടുത്തെ കുടുംബമാണ്. അതുപോലെ തന്നെ ആലിമീങ്ങൾ, ഒരു ആലിമിനെയും ഞാൻ വേദനിപ്പിക്കില്ല, ഒരു മുതഅല്ലിമിനെയും ഞാൻ കുറ്റപ്പെടുത്തില്ല. ഒരു നാട്ടിലും ഞാൻ കാരണം ഒരു ഫിത്ന ഉണ്ടാവില്ല, ഒരു നാട്ടിലും വർഗീയത ഉണ്ടാവില്ല, വിഭാഗീയത ഉണ്ടാവില്ല, ഭിന്നത ഉണ്ടാവില്ല എന്ന് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന പോരായ്മകൾ കണ്ടെത്തി അള്ളാഹുവിനോട് തൗബ ചെയ്ത് പടച്ച റബ്ബിന്റെ അരികിലേക്ക് പോവാനുള്ളതാണ് എന്ന ബോധത്തോടുകൂടി തിന്മകളിൽ നിന്ന് മാറി നിന്ന് സൽക്കർമ്മങ്ങൾ പെരുപ്പിച്ച് സ്വലാത്തുകൾ അധികരിപ്പിച്ച് അള്ളാഹുവിന് തഖ്വ ചെയ്തുകൊണ്ടുള്ള ജീവിതമാവണം നമുക്ക്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിലക്കും കുടുംബത്തിൽ പരസ്പരം ഭിന്നതയുണ്ടാവാൻ പാടില്ല. ഉമ്മയോടും ഉപ്പയോടും ഭാര്യയോടും ഭർത്താവിനോടും ഉമ്മയുടെ ഉപ്പയുടെ സഹോദര സഹോദരിമാരോട് പരസ്പരം ഒരു വിദ്വേഷവും ഒരു പകയും നമ്മുടെ കൽബിൽ ഉണ്ടാവാൻ പാടില്ല, ഒരു പിണക്കവും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ പിണങ്ങിക്കടിയുകയാണെങ്കിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരോടും സന്തോഷത്തോടെ ജീവിക്കുക, പിണക്കങ്ങൾ പരസ്പരം പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിച്ച് സന്തോഷത്തോടെ ജീവിക്കുക. എപ്പോൾ മരിക്കും, എവിടെ വെച്ച് മരിക്കും, എങ്ങനെ മരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹു ആഖിബത്ത് നന്നായി മരിക്കുന്ന ഫായിസീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു ഈമാൻ സലാമത്ത് നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് അവസരം പോലെ പിന്നീട് നമുക്ക് സംഗമിക്കാം. ഒരുപാട് സമയം നമുക്ക് വഅദ് പറഞ്ഞ് കേട്ട് മജ്ലിസിലിരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് മാത്രം പറഞ്ഞ് ഈ വൈകിയ വേളയിൽ ഇൻഷാ അള്ളാഹ് അല്പം സ്വലാത്തുകൾ ചൊല്ലി ദുആ ചെയ്ത് തൽക്കാലം നമുക്ക് പിരിയാം. ഇൻഷാ അള്ളാഹ് എല്ലാവരും നല്ല നിയ്യത്തോടെ
ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ ഒരല്പസമയം ഇരിക്കുക. ഇൻഷാ അല്ലാഹ് ഓരോരുത്തർക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ട്. എല്ലാം അറിയുന്നവനാണ് അല്ലാഹു റബ്ബ് അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ ഖാലിഖായ റാസിഖായ അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ ഈ മഹത്തായ സ്വലാത്ത് വാർഷികത്തിന്റെ മജ്ലിസിൽ ഈ വെള്ളിയാഴ്ച രാവിലെ അല്ലാഹ് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ സയ്യിദുൽ വജൂദ് പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹനീയ ഹളറത്തിലേക്ക് ഈ സമയം തന്നെ ഈ മജ്ലിസ് നീ കാണിക്കണേ അല്ലാഹ്. മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ആരിഫീങ്ങൾ, മഹാന്മാർ, മഹദിമാർ, മശായിഖന്മാർ ഹളറത്തുകളിലേക്ക് ഇതിന്റെ മിസ്ല് സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, പരിസര പ്രദേശങ്ങളിൽ ഞങ്ങൾ സിയാറത്ത് ചെയ്തവരുമായ മുഴുവൻ മഹത്തുക്കളിലും ഇതിന്റെ സന്തോഷത്തെ നീ എത്തിക്കണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ്, അവരുടെ ദർജ നീ ഉയർത്തണേ അല്ലാഹ്. മദദ് ഈ മജ്ലിസിൽ നൽകണേ അല്ലാഹ്, ഈ നാട്ടിൽ നൽകണേ അല്ലാഹ്, ഒരുമിച്ച് കൂടിയവരിൽ നൽകണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ്, ഞങ്ങൾ സാധുക്കളാണ് അല്ലാഹ്, ഞങ്ങൾ പാപികളാണ് അല്ലാഹ്, ആഖിറു സമാനിലെ മിസ്കീന്മാരാണ് അല്ലാഹ്. നിന്നെ ധിക്കരിച്ചൊരു തെറ്റും ചെയ്തിട്ടില്ല അല്ലാഹ്, നിന്നോടുള്ള വെറുപ്പ് കൊണ്ടൊരു തിന്മയിലും ഏർപ്പെട്ടവരല്ല അല്ലാഹ്. യാ അല്ലാഹ്, സാഹചര്യങ്ങളിലും കൂട്ടുകെട്ടുകളിലും പെട്ടുപോയി സംഭവിച്ചു പോയതാണ് അല്ലാഹ്. എത്രയോ വലുതും ചെറുതും രഹസ്യവും പരസ്യവുമായ പാകപ്പിഴവുകളിൽ ഞങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലാഹ്. യാ ഗഫൂർ യാ അല്ലാഹ്, യാ ഗാഫിർ യാ അല്ലാഹ്, യാ ഗഫാർ യാ അല്ലാഹ്. ഈ മുത്തബറകായ സ്വലാത്തിന്റെ വാർഷിക മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്, നീ അഫ്വ് നൽകണേ അല്ലാഹ്, നീ പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ശിക്ഷിക്കാൻ വേണ്ടി ഒരു തിന്മയെയും നീ നീക്കി വെക്കല്ല അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ്, ശേഷിക്കുന്ന ഞങ്ങൾ ആയുസ് നിന്റെ റിളയിലാക്കണേ അല്ലാഹ്. നിന്റെ ഹബീബായ ഞങ്ങളുടെ നേതാവ് പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇഷ്കിലും മഹബ്ബത്തിലും ഇത്തിബായിലും ആക്കണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ്, ഈ മഹത്തായ സ്വലാത്തിന്റെ വാർഷിക മജ്ലിസുകളിലേക്ക് ഒരുപാട് ആളുകൾ ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകിയവരുണ്ട് അല്ലാഹ്. വീടുകളിലേക്ക് ആളുകൾ എത്തിയപ്പോൾ ചെറുതും വലുതും നൽകിയവരുണ്ട് അല്ലാഹ്, സ്വർണം നൽകിയവരുണ്ട് അല്ലാഹ്, ചെറുതും വലുതുമായ സാമ്പത്തിക സഹായങ്ങൾ നൽകിയവരുണ്ട് അല്ലാഹ്. ഇതിന്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടവരുണ്ട് അല്ലാഹ്, ഇതിന് നേതൃത്വം നൽകിയവരുണ്ട് അല്ലാഹ്, മജ്ലിസുകളിൽ പങ്കെടുത്തവരുണ്ട് അല്ലാഹ്. ഈ സമയം വരെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഉസ്താദുമാർ, ഉപ്പമാർ, ഉമ്മമാർ, സഹോദര സഹോദരിമാർ, ഓൺലൈനിലൂടെ ഞങ്ങളെ മജ്ലിസ് വീക്ഷിക്കുന്നവർ, യാ അല്ലാഹ്, ഞങ്ങളെ എല്ലാം നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ എന്ത് ആവശ്യങ്ങളുണ്ടോ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ ഖൈറായ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. വിഷമങ്ങൾ അകറ്റണേ അല്ലാഹ്, പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാഹ്, സങ്കടങ്ങൾ നീക്കണേ അല്ലാഹ്. എത്രയോ രോഗികളുണ്ട് അല്ലാഹ്, ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട് അല്ലാഹ്, വീടുകളിൽ കഴിയുന്നവരുണ്ട് അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ്, ഡോക്ടർമാര് വലിയ രൂപത്തിൽ പ്രയാസങ്ങൾക്ക് വിധിയെഴുതിയ രോഗികളുണ്ട് അല്ലാഹ്. യാ അല്ലാഹ്, ഈ വിനീതന് സേവനം ചെയ്യുന്ന സ്ഥലത്തുള്ള ആബിദ് മുസ്ലിയാർ എന്ന ചെറുപ്പക്കാരൻ വളരെ പ്രയാസത്തിൽ ഹോസ്പിറ്റലിലാണ് അല്ലാഹ്, ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. യാ അല്ലാഹ്, അങ്ങനെ എത്രയോ രോഗികളുണ്ട് അല്ലാഹ്, ക്യാൻസർ പിടിപെട്ടവരുണ്ട് അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ ഉള്ളവരുണ്ട് അല്ലാഹ്, അറ്റാക്ക് വന്നവരുണ്ട് അല്ലാഹ്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട് അല്ലാഹ്, തളർവാദം പിടിപെട്ടവരുണ്ട് അല്ലാഹ്, ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ കടച്ചിൽ ചൊറിച്ചിൽ വേദനകൾ ഉള്ളവരുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങൾക്ക് പേരറിയുന്നതും അറിയാത്തതുമായ വിവിധ രോഗങ്ങളാൽ പരീക്ഷിക്കപ്പെട്ടവരുണ്ട് അല്ലാഹ്, പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാഹ്, അപസ്മാരം പിടിപെട്ടവരുണ്ട് അല്ലാഹ്, പൈൽസ് ആസ്മയുള്ളവരുണ്ട് അല്ലാഹ്, സോറിയാസിസ് ഉള്ളവരുണ്ട് അല്ലാഹ്. യാ അല്ലാഹ്, രോഗം നൽകുന്നവൻ നീയാണ് അല്ലാഹ്, ശിഫയും നിന്റെ അടുക്കലാണ് അല്ലാഹ്. യാ ഷാഫി യാ അല്ലാഹ്, യാ കാഫി യാ അല്ലാഹ്, യാ മുആഫി യാ അല്ലാഹ്. ഈ മുത്തബറകായ സ്വലാത്തിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് ഈ മഹത്തായ വെള്ളിയാഴ്ച രാവിന്റെ മഹത്വം കൊണ്ട് ആജിലായ ശിഫ നൽകണേ അല്ലാഹ്.
കാമിലായ ആഫിയത്ത് നൽകണേ അല്ലാഹ്, പരിപൂർണ്ണ റാഹത്ത് നൽകണേ അല്ലാഹ്, താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ നൽകല്ല അല്ലാഹ്, പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാഹ്, ദുരിതങ്ങൾ നൽകല്ല അല്ലാഹ്. ജീവിക്കുന്ന കാലം സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി നിർവഹിക്കാൻ ആഫിയത്ത് നിലനിർത്തണേ അല്ലാഹ്, ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും കിടപ്പ് രോഗികളാക്കല്ല അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ്, ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്, ഈമാനും തഖ്വയും ഏറ്റി തരണേ അല്ലാഹ്, വറഉം ഇഖ്ലാസും നൽകണേ അല്ലാഹ്. ഒരാളോട് ഞങ്ങൾക്ക് വെറുപ്പ് നൽകല്ല അല്ലാഹ്, വിദ്വേഷം നൽകല്ല അല്ലാഹ്, പക നൽകല്ല അല്ലാഹ്, കിബ്ർ നൽകല്ല അല്ലാഹ്, ഹസദ് നൽകല്ല അല്ലാഹ്, റിയാ നൽകല്ല അല്ലാഹ്, ഉജ്ബ് നൽകല്ല അല്ലാഹ്, നിഫാഖ് നൽകല്ല അല്ലാഹ്. സലീമായ ഖൽബാക്കണേ അല്ലാഹ്, വിട്ടുവീഴ്ചയുടെ മനസ്സ് തരണേ അല്ലാഹ്, ഞങ്ങളെ ഉള്ളും പുറവും നന്നാക്കി തരണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളെ ജീവിതം സംശുദ്ധമാക്കണേ അല്ലാഹ്, ഞങ്ങളെ കൊണ്ടാർക്കും ഒരു വിഷമവും നൽകല്ല അല്ലാഹ്. നിന്റെ പൊരുത്തത്തിലായി നിന്റെ ഹബീബായ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇഷ്കിലും മഹബ്ബത്തിലും ഇത്തിബായിലുമായി ആഫിയത്തുൽ ഇസ്സത്തുൽ തൗഫീഖുൽ ദീർഘായുസ്സ് നീ നൽകണേ അല്ലാഹ്. യാ അല്ലാഹ്, വിവാഹപ്രായമെത്തിയവർ അനുയോജ്യമായ ഖൈറായ ഇണകളെ നൽകണേ അല്ലാഹ്. വർഷങ്ങളായി മക്കളില്ലാതെ കഴിയുന്ന ദമ്പതിമാർ ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. ഗർഭിണികൾ സുഖപ്രസവം നൽകണേ അല്ലാഹ്. ആൺമക്കൾ പെൺമക്കൾ ആഗ്രഹിക്കുന്നത് ഖൈറായി നീ നൽകണേ അല്ലാഹ്. കീറി മുറിക്കേണ്ട അവസ്ഥ നൽകല്ല അല്ലാഹ്. യാ അല്ലാഹ്, തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, പെൺമക്കളെ സ്വാലിഹാത്തുകളാക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, പഠനങ്ങളിൽ പുരോഗതി നൽകണേ അല്ലാഹ്, പരീക്ഷകളിൽ വിജയം നൽകണേ അല്ലാഹ്, അഡ്മിഷനുകൾ സഹലാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ്, ആഖിറത്ത് ചിന്തയില്ല രക്ഷിതാക്കൾ അംഗീകരിക്കുന്ന നിന്റെ ദീനിന് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. മക്കളെ പേരിൽ നീ ഞങ്ങളെ സമൂഹത്തിൽ വഷളാക്കല്ല അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ്, ജോലിയില്ലാത്തവർ വിദേശത്തും സ്വദേശത്തും ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. ഉള്ള ജോലികൾ, ജീവിത ഉപാധികൾ, കച്ചവടങ്ങൾ, ബിസിനസ്സുകൾ, തൊഴിലുകൾ, ഏർപ്പാടുകൾ എല്ലാത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, നീ റഹ്മത്ത് നൽകണേ അല്ലാഹ്, മനസ്സിന് തുമഅനീനത്ത് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ്, സാഹിരീങ്ങളെ സിഹർ ബാത്തിലാക്കണേ അല്ലാഹ്, ഐന നശിപ്പിക്കണേ അല്ലാഹ്, അഅദാഇൽ നിന്ന് ഹിഫ്ദ് നൽകണേ അല്ലാഹ്. ഈ നാട്ടിലും ഞങ്ങളുടെ നാടുകളിലും ഞങ്ങളുടെ രാജ്യത്തും നീ സമാധാനം നൽകണേ അല്ലാഹ്. വർഗീയത നൽകല്ല അല്ലാഹ്, വിഭാഗീയത നൽകല്ല അല്ലാഹ്, ഭിന്നത നൽകല്ല അല്ലാഹ്, ചിത്രത നൽകല്ല അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്, ഐക്യം നൽകണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ്, ഞങ്ങളുടെ രാജ്യത്ത് സമാധാനം നൽകണേ അല്ലാഹ്. തീവ്രവാദി ഭീകരവാദികളിൽ നിന്ന് നീ വലിയ കാവൽ നൽകണേ അല്ലാഹ്. നിരപരാധികൾ വലിയ പ്രയാസം അനുഭവിക്കുന്നതിൽ നിന്ന് നീ മോചനം നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ്, നീ അപകട മുസീബത്തുകളെ തൊട്ട് മാറാ രോഗങ്ങളെ തൊട്ട് ഞങ്ങൾക്ക് ഹിഫ്ദ് നൽകണേ അല്ലാഹ്. ഈ മഹത്തായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ കാവൽ നൽകണേ അല്ലാഹ്. ഹഖായ ദീൻ ആരെ മുന്നിൽ തുറന്നു പറയാൻ ആഫിയത്തും ഇൽമും ഹിക്മത്തും ഹിമ്മത്തും നീ ഞങ്ങൾക്ക് എത്തിത്തരണേ അല്ലാഹ്. ഞങ്ങളാക്കി ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാർ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. യാ അല്ലാഹ്, അവരെ തണല് ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളെ ആയുസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഇൽമിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഞങ്ങളെ ദർസുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഞങ്ങളെ സ്ഥാപനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഞങ്ങൾ ഇടപെടുന്ന മേഖലകളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ്, ഈ സദസ്സിൽ എന്തെല്ലാം പ്രതീക്ഷയോടെ ആരെല്ലാം എത്തിയിട്ടുണ്ടോ, വെള്ളിയാഴ്ച രാവിന്റെ ബറക്കത്ത് കൊണ്ട് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് ആരെയും നീ വെറുതെ ആക്കല്ല അല്ലാഹ്, ഖായിബാക്കല്ല അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളെ ഖൽബിൽ ഏറ്റവും വലിയ മഹബ്ബത്ത് ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാക്കണേ അല്ലാഹ്. അവിടുത്തെ പേരിൽ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന നാവുകളാക്കണേ അല്ലാഹ്. ഇന്നൽ ഈമാന ലയർസു ഇലൽ മദീന, ഈമാൻ പോലും അഭയമായി മടങ്ങുന്ന ആ മദീനത്തെ മണ്ണിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. ഖുബ്ബത്തുൽ ഖളറാ കൽകുളിർക്ക് കാണാൻ, ഹിജ്റത്തുൽ ശരീഫയുടെ ചാരത്തു ചെല്ലാൻ. അസ്സലാത്തു വസ്സലാമു അലൈക
യാ സയ്യിദി യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് സലാം സമർപ്പിക്കാൻ ഒരുപാട് തവണ അവസരം തരണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് ഭാഗ്യം എത്തിത്തരണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ തങ്ങളുടെ വജ്ഹു ശരീഫ് ഖലത്തിലും മനാമിലും കാണാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, ഒത്തിരി സാമ്പത്തിക ഇടപാടുകളുണ്ട് അല്ലാഹ്, വീട്ടാനുള്ള ഖൈറിന്റെ വഴികൾ നീ തുറന്നു തരണേ അല്ലാഹ്. യാ അല്ലാഹ്, മരിക്കുന്ന സമയം ഖൈറുമായി ബന്ധപ്പെടുമ്പോ എല്ലാ ബാധ്യതകളും തീർത്തതിന് ശേഷം നസുഹായ തൗബക്ക് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് ഈമാൻ സലാമത്തുള്ള തബസ്സുമിലുള്ള മൗത്ത് നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്, അവസാനം നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, വസ്ത്രം നൽകിയവർ, സഹായം നൽകിയവർ, അല്ലാഹ് ഈ മഹലിന്റെ നാടിന്റെ ആത്മീയ നേതൃത്വങ്ങളിൽ നിന്ന്, മഹല്ല് കമ്മിറ്റികളിൽ നിന്ന്, പൂർവ്വസൂരികളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് ആറടി മണ്ണാകുന്ന ഖബറിൽ കഴിയുന്നവർ എല്ലാവരുടെ ഖബറുകളിലേക്കും ഈ മജ്ലിസ് ഇനാസായി നൽകണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്, ബർസഖ് ജീവിത സന്തോഷത്തിലാക്കണേ അല്ലാഹ്. സ്വർഗീയ ഭക്ഷണ പാനീയ വസ്ത്രപിരിപ്പുടയാടുകൾ നീ നൽകണേ അല്ലാഹ്. കണ്ണെത്താ ദൂരത്ത് വിശാലത നൽകണേ അല്ലാഹ്. അർശിന്റെ തണലിന്റെ അഹ്ലുകാർ അവരെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വലങ്കയിൽ കിതാബ് നൽകണേ അല്ലാഹ്. മീസാൻ നന്മ കനം തൂക്കണേ അല്ലാഹ്. ഹൗദുൽ കൗസർ തരണേ അല്ലാഹ്. സിറാത്ത് വിട്ടുകടത്തണേ അല്ലാഹ്. നരകം ഹറാമാക്കണേ അല്ലാഹ്. നരകം ഹറാമാക്കണേ അല്ലാഹ്. നരകം ഹറാമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗം ചോദിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല അല്ലാഹ്. ഈ വെള്ളിയാഴ്ച രാവിലെ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഞങ്ങൾ സമ്മേളിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗീയ ലോകത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാർ, ഉപ്പമാർ, ഉസ്താദുമാർ, ഞങ്ങളെ ഭാര്യ മക്കൾ, ഞങ്ങളെ ഇഷ്ടജനങ്ങൾ, ഞങ്ങളെ ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹികൾ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് ഖായിബക്കല്ല അല്ലാഹ്. ഇന്നലെയും ഇന്നുമായി ഈ മജ്ലിസിന് വേണ്ടി ആരൊക്കെ പ്രവർത്തിച്ച് പ്രയത്നിച്ച് സഹായിച്ച് സഹകരിച്ച് കൂടെ നിന്നവരുണ്ടോ ആരെയും വെറുതെ ആക്കല്ല അല്ലാഹ്, ഖായിബാക്കല്ല അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. ഭക്ഷണത്തിലേക്ക് സഹായിച്ചവര് നീ അവർക്ക് റഹ്മത്ത് നൽകണേ അല്ലാഹ്. എല്ലാം നീ ഖൈറായി നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. പ്രവാസ ലോകത്തുള്ളവർ നീ ഖൈർ നൽകണേ അല്ലാഹ്. നീ റഹ്മത്ത് നൽകണേ അല്ലാഹ്. തുമഇനീനത്ത് നൽകണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير